എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ റിയൽ നമ്പേഴ്സിലുള്ള 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 41ാമത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 60 ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനാ ചെയ്യണേ? ഇപ്പോൾ ഏതൊരു എക്സാം ആയാലും നമ്മൾ 10th മെയിൻ ആയാലും അല്ലാച്ചെങ്കിൽ അങ്ങനത്തെ PSC ഏത് എക്സാം ആയാലും നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് സാധാരണമാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. There are 312, 260 and 156 students in class 10, 11 and 12 respectively. Buses are to be hired to take these students to a picnic. Find the maximum number of students who can sit in a bus if each bus takes equal number of students of same class. Find also the number of buses required. അപ്പം നമുക്ക് ആദ്യം കാണേണ്ടത് ബസ്സിൽ ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ്. അത് കാണാൻ എന്ത് ചെയ്യണം? അതായത് ഓരോ ബസ്സിലും മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇരിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. ഏതിന്റെ? ഈ 312, 260, 156 എന്നുള്ളതിന്റെ HCF ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 312നെ നമുക്ക് എങ്ങനെ എഴുതാം? 312 എന്ന് പറയുന്നത് 2, 1 2s are 2, പിന്നെ 11ല് 5 2s are 10, പിന്നെ 12ല് 6. അപ്പൊ ഇവിടെ 7 2s are 14, പിന്നെ 16ല് 8 2s are 16, 2. അപ്പൊ എന്ത് വരും? 3 2s are 6, 9, 39ല് 3, 1 3, 13 ഒരു പ്രൈം ആണ്. അപ്പൊ നമുക്ക് 312നെ എങ്ങനെ എഴുതാം? 312 ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 13 എന്ന് എഴുതാം. ഇനി 260നെ നമുക്ക് എങ്ങനെ എഴുതാം? 26 ഇൻറ്റു 10 ആണ് അല്ലെ? 26 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 13 ആണ്. പിന്നെ 10നെ ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു 5 ആണെന്ന് എഴുതാം. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 260നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 13. ഇനി അടുത്തത് 156. 156നെ നമുക്ക് എങ്ങനെ എഴുതാം? 78 ഇവിടെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ 2 ഇൻറ്റു 3 ഇൻറ്റു 13 ആണ്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 156നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13. ഞാൻ എന്താ ചെയ്യാതിരുന്നത് എന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് നമുക്ക് ചെയ്താൽ മതി അല്ലെ? 156 ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ ഇനി നമുക്ക് HCF കാണാൻ എന്താ ചെയ്യേണ്ടത്? ഓരോ ഏത് പ്രൈം നമ്പർ ആണോ എടുക്കണേ അതില് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 ക്യൂബ് 2 സ്ക്വയർ 2 സ്ക്വയർ. അപ്പൊ ഏതാണോ കോമൺ ആയിട്ട് വരിക? കുറഞ്ഞതാണ് വരിക അല്ലെ? 2 സ്ക്വയർ എല്ലാത്തിലും ഉണ്ട്, അപ്പൊ നമുക്ക് അത് എടുക്കാം. ഇനി 3 എല്ലാത്തിലും ഉണ്ടോ? ഇല്ല, ഇതിലില്ല, അപ്പൊ എടുക്കാൻ പറ്റില്ല. 13 എല്ലാത്തിലും ഉണ്ടോ? ഉണ്ട്, അപ്പൊ 13 എടുത്തു. അപ്പൊ 4 ഇൻറ്റു 13 അത് എത്രയാണ്? 52. അപ്പൊ ഏതാണ് നമ്മളുടെ ആൻസറിൽ 52 ഉള്ള ആൻസർ ഓപ്ഷനുകൾ നോക്കാം. ബിയും ഡിയും ഉണ്ട്. ഇനി നമുക്ക് നമ്പർ ഓഫ് ബസ്സസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് ബസ്സസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ HCF 52 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ബസ്സിൽ കൊള്ളണ കുട്ടികളുടെ എണ്ണം അല്ലെ? ഇനി എത്ര കുട്ടികളുണ്ട് ആകെ? അതായത് 6 2 8, 5 6 11, 1 12, 1 5, 528 കുട്ടികളുണ്ട്. അതിനെ 52 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 500 അല്ല, 3 2 5ഉം 1 6 1 7 ആണ്. 728 ആണ്. 728നെ 52 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, പിന്നെ എന്താ വരാ? 208ല് 4 പ്രാവശ്യം പോവും. അപ്പോ 4 2 8 4 5 20, 208. അപ്പൊ 14 എന്ന് കിട്ടി. 14 ബസ്സസ് ആണ് വേണ്ടത്. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
if 10 raised to 2017 minus 2017 is expressed as integer, what is the sum of its digits? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 10 raised to 2017 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യങ്ങളുണ്ട്? 0000 എന്ന് എഴുതുകയാണ് വെച്ചെങ്കിൽ 2017 സീറോസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്ന് ഒരു 4 ഡിജിറ്റ് ആണ് ഇവിടെയുള്ളത്. അപ്പൊ 4 ഡിജിറ്റ് ഉള്ളതിനെ വേർതിരിച്ചെടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ഇപ്പൊ നമ്മൾ 100 മൈനസ് 12 എന്ന് പറയുമ്പോ എത്ര 9 വരും? ഒരു 9 വരുള്ളൂ. കാരണം എന്താണ്? ബാക്കി ഇവിടെയുള്ള സംഖ്യകളുണ്ട് അല്ലെ? അപ്പൊ നമ്മള് 3 സീറോ ഉണ്ട് വെച്ചെങ്കിൽ 2 ഡിജിറ്റും ആണ് വെച്ചെങ്കിൽ എത്ര 9 വരും? ഒരു 9 വരും. അതേപോലെ നമുക്ക് ഇത് എടുക്കുകയാണ് വെച്ചെങ്കിൽ ഇവിടെ 4 സംഖ്യകൾ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എത്ര 9s വരും? 2014 9s ആണ് 2014 വരില്ല, 13 അല്ലെ? 4 സീറോസ് നമ്മൾ എടുത്തു. 4 സീറോസ് ഈ 2017 വേണ്ടിയിട്ട് എടുത്തു. അപ്പൊ 4 സീറോസ് ഉള്ള ഒരു സംഖ്യ മൈനസ് 2017 നമ്മൾ നോക്കുക. അത് എത്രയാണ്? 8 7983 ആണ്. അപ്പൊ ലാസ്റ്റ് ഉള്ള സംഖ്യകൾ 7983 ആണ്. ബാക്കിയുള്ളത് എന്താവും? 9കളാവും അല്ലെ? അത് എത്ര 9കൾ ഉണ്ടാവും? അങ്ങനെ 2013 9s ഉണ്ടാവും. അപ്പൊ 2013 9s അത് ആ സംഖ്യ എത്രയാണ്? 27 2 11 1 ഇത് പ്ലസ് പിന്നെ ലാസ്റ്റ് ഉള്ള സംഖ്യകൾ ഏതാണ്? 7983 ഇങ്ങനെയാവില്ലേ ഡിജിറ്റ്സ്? കാരണം ആദ്യമുള്ള 2013 ഡിജിറ്റ്സും ഏതാണ്? 9 ആവണം. പിന്നെയുള്ള 4 സീറോസിനാണ് നമ്മൾ എന്ത് ചെയ്തത്? മൈനസ് 2017 ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7983 കിട്ടും. അപ്പൊ ഈ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിയ എത്രയാണ് സമ്മ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ 7 പ്ലസ് 9 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 3 ഇതെല്ലാം കൂടി ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ എത്രയാണ് വരിക? 8 3 11 11 9 20 27 7 34 3 3 1 4 1 8 1 18 144. ഏതാണ് ആൻസർ വരിക? എ എന്നുള്ളതാണ് ആൻസർ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് എടുത്തത്? അതായത് 10 ഘാതം 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സീറോസ് ആണ് വരിക അല്ലെ? അപ്പൊ അതിന്ന് ഇപ്പൊ 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് ആണ് മൈനസ് ചെയ്യണേ വെച്ചെങ്കിൽ നമ്മൾ അത്രയും സീറോസിനെ ഞാൻ മാറ്റി നിർത്തി. ബാക്കിയുള്ളത് എന്ത് വരും? 9 എന്നുള്ളതാണ് വരിക. 9 9 9 എക്സിട്ര എത്ര എണ്ണം വരും? അതായത് ഈ 4 എണ്ണം മാറ്റി നിർത്തി ബാക്കിയുള്ളതിലെല്ലാം 999 ആണ് വരിക. അപ്പൊ 2013 എണ്ണം 999 വരും. അതുകൊണ്ടാണ് നമ്മൾ 2013 into 9 ചെയ്തത്. ആ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സമ്മ് ഡിജിറ്റ്സിന്റെ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര 9 ഉണ്ടെന്ന് നോക്കി അത് ഇൻറ്റു 2013 into 9 കിട്ടി. അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടി. അതിന്റെ കൂടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ സംഖ്യകളും കൂടി ഡിജിറ്റ്സും കൂടി കൂട്ടിയപ്പോ നമുക്ക് ആകെ സം ഓഫ് ദ ഇറ്റ്സ് ഡിജിറ്റ്സ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a seminar, the number of participants of English, mathematics and science are 36, 60 and 84 respectively. Find the minimum number of rooms required if in each room the same number of participants are to be seated and all of them being of the same subject. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് അല്ലെ? ആദ്യം HCF കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓരോന്നിനെയും HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം HCF കണ്ടുപിടിക്കാം. HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? HCF ഓഫ്
36, 60, 84 അല്ലേ? 36നെ ഇങ്ങനെ എഴുതാം, 9 4 36 അല്ലെ? അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. 60നെ എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 6 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 5 ഇൻറ്റു 10 ഇൻറ്റു 6, 2 ഇൻറ്റു 3, അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5. സോറി, 36 ആവുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ വന്നു. ഇനി 60 ആവുമ്പോൾ എന്ത് പറഞ്ഞു? 2 സ്ക്വയർ ഇൻറ്റു 15 4s are 60 അല്ലെ? 3 ഇൻറ്റു 5. ഇനി 84നെ നമ്മൾ എങ്ങനെ എഴുതാം? 84 പ്രൈം ഫാക്ടറൈസേഷൻ ആണ് നമ്മൾ ചെയ്യണേ കേട്ടോ. 42 2 21 3 7. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? HCF കണ്ടുപിടിക്കാം. HCF എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. 2 സ്ക്വയർ എല്ലാത്തിലും ഉണ്ട്, അപ്പൊ നമ്മൾ 2 സ്ക്വയർ എടുത്തു. പിന്നെ 3 എല്ലാത്തിലും ഉണ്ട്, 3 സ്ക്വയർ ഇല്ല, 3 എല്ലാത്തിലും ഉണ്ട്, അപ്പൊ 3 എടുത്തു. ഇനി 5ഉം 7ഉം ഒന്നും എല്ലാത്തിലും ഇല്ല, അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് HCF. 12 എന്നുള്ളതാണ് HCF. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതായത് each room of the same number of participants are to be seated and all of them being the same subject എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 36നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. പിന്നെ 60യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും. പിന്നെ 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കൂ? 7 അല്ലെ? അപ്പൊ എല്ലാം കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 5 3 8 8 7 15 റൂംസ് ആണ്, 15 റൂംസ് ആണ് റിക്വയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് പോസിബിൾ പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഡിവൈഡ്സ് 125, 162 and 259, leaving remainder 5, 6 and 7 respectively. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഓരോന്നിനും റിമൈൻഡർ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഈ റിമൈൻഡർ ഇതിന്ന് മൈനസ് ചെയ്യാം. 125 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 120. പിന്നെ 162 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 156 അല്ലെ? 156. പിന്നെ 259 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 252. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ലാർജസ്റ്റ് പോസിബിൾ പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടുക. ഇതിന്റെ HCF കാണാൻ നമുക്കറിയാം 12 ഇൻറ്റു 10 ആണ് അല്ലെ? 12നെ ഇങ്ങനെ എഴുതാം, 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. ഇനി 10നെ 2 ഇൻറ്റു 5 എന്നും എഴുതാം. അപ്പൊ ഏതാണ്? 2 ക്യൂബ് ഇൻറ്റു ഈ 120നെ എങ്ങനെ എഴുതാം? 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 156നെ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി തന്നെ 2 കൊണ്ട് 7 14, 16ലെ 8 16 2. അപ്പൊ എത്ര വരും? 3 2 6 9 2 39 ആവുമ്പോൾ 3 13 എന്ന് വരും. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13 എന്ന് വന്നു. ഇനി 252നെ നമ്മൾ എങ്ങനെ ചെയ്യാം? 252 2 1 2 2 4 12 6 2 12 126 2 6 പിന്നെ 3 63 3 3 2 6 1 31. 31 ഒരു പ്രൈമാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതില് 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 31, 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 31. അപ്പൊ എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഇതില് 2 ക്യൂബ് ഉണ്ട്, ഇതില് 2 സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. അപ്പൊ കോമൺ എന്താണ്?
HCF കാണുമ്പോൾ കോമൺ ആയിട്ടുള്ളതാണ് എടുക്കുക, 2 സ്ക്വയർ. അതായത് ഏറ്റവും കുറഞ്ഞ എക്സ്പൊണന്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ 2 സ്ക്വയർ. ഇനി 3 3 3 എല്ലാത്തിലും 3 ഉണ്ട്, അപ്പൊ 3 എടുക്കാം. ഇനി 5 എല്ലാത്തിലും ഉണ്ടോ? ഇല്ല. 13 എല്ലാത്തിലും ഉണ്ടോ? ഇല്ല. 31 എല്ലാത്തിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് HCF എത്ര വരിക? 2 സ്ക്വയർ ഇൻറ്റു 3, അതായത് 12. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. "2002 cartons of lassi bottles and 2618 cartons of cold coffee bottles are to be stacked in a storeroom. If each stack is of the same height and is to contain cartons of same type of bottles, what would be the greatest number of cartons in each stack?" അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓർമ്മ വരണം. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? HCF കണ്ടുപിടിച്ചാലാണ് നമ്പർ ഓഫ് കാർട്ടൺസ് ഇൻ ഈച്ച് സ്റ്റാക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ HCF ഓഫ് ഏതൊക്കെ നമ്പേഴ്സിന്റെ? 2002, പിന്നെ 2618. അപ്പൊ ഇത് ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം നമുക്ക്. 2618 ഡിവൈഡഡ് ബൈ 2002, 1 പ്രാവശ്യം. അപ്പൊ 2002 എന്ന് വന്നു. അപ്പൊ എന്താണ്? 6 1 6 616 ഡിവൈഡഡ് ബൈ 2002 എത്ര വരും? 3 പ്രാവശ്യം പോവില്ലേ? 3 6 18 1 4 3 18. അപ്പൊ എത്രയാണ് വരിക? 4 ഇവിടെ വരും. 6 പിന്നെ 2 1 1264 വന്നു. ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യാണ്. 1264 ഡിവൈഡഡ് ബൈ ഏത് വരും? 61. 1264 വരില്ല, കാരണം 616നേക്കാട്ടും കൂടുതൽ വരില്ല നമുക്ക്, അല്ലെ? അപ്പൊ നമുക്ക് മറ്റേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം, അതാണ് നല്ലത്. 2002നെ നമുക്ക് 21001. ഇനി നമുക്ക് എന്ത് പോവും? ഇതിൽ നമുക്ക് എന്താ പോവാൻ സാധ്യത? ഇതിൽ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ കാരണം കൂടുതൽ വലിയ ഒരു സംഖ്യയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാം. 2618 ഡിവൈഡഡ് ബൈ 2002. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം പോവും 2002. ഇനി നമുക്ക് എന്ത് വരും? 6 വരും. ഇവിടെ 1 6 616 2002, അല്ലെ? 2002 ഇവിടെ എഴുതണം. അപ്പൊ എന്താണ്? 3 പ്രാവശ്യം 18, ബാക്കി 1 4 18. അപ്പൊ 4 വരും, 5 വരും, പിന്നെന്താണ്? 1 വരും. 154 എന്ന് വരും. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യാണ്. 154 ഡിവൈഡഡ് ബൈ ഈ 616, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് വരിക? 4 പ്രാവശ്യം നോക്കി നോക്കൂ. 4 16, ബാക്കി 1 4 20, 1 21, 2 4 2 6 616. അപ്പൊ 0 കിട്ടി. അപ്പൊ നമുക്ക് ഏതാണ് HCF? 154 എന്നുള്ളതാണ് HCF. ഇങ്ങനെ ചെയ്യാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. കാരണം ഇത് വലിയ സംഖ്യയായോണ്ട്. ചെറിയ സംഖ്യയാണ് വെച്ചെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ മാതിരി തന്നെ ചെയ്യാം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ
കൂടുതൽ വലിയ സംഖ്യകളാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഉചിതം. ലോങ് ഡിവിഷൻ മെത്തേഡാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the LCM of 12 and 42 is 10m plus 4, then the value of m is. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക? 12ന്റെയും 42ന്റെയും നമുക്ക് LCM കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 12 എങ്ങനെ എഴുതാൻ പറ്റുക? 2 into 6 ആണ്. അപ്പോൾ 2 into 3, അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 ആണ് 12. 42നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 6 are 42 അല്ലേ? അപ്പൊ 2 into 3 into 7. അപ്പൊ നമുക്ക് ഇതിന്റെ LCM എന്ന് പറയുന്നത് 2ന്റെ ഹയർ പവർ, അതായത് 2 സ്ക്വയർ. LCM ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3. ഏതാ 3 ഒരു പവറേ ഉള്ളൂ, അപ്പൊ 3 തന്നെ എഴുതാം. പിന്നെ ഒരു 7ഉം കൂടി. അപ്പോൾ 4 7s are 4 into 21. അത് എത്രയാണ് വരിക? 84 അല്ലേ? LCM ഇതാണ് 10m plus 4 എന്ന് പറയണത്. 10m plus 4 ആണ് 84. അപ്പൊ 10m എത്രയാവും? 84 minus 4, അതായത് 80. അപ്പൊ m എത്രയാവും? 80/10. അത് എത്രയാണ്? 8. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following have non-terminating repeating decimal? നോൺ-ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി കോപ്രൈം ആണ് വെച്ചെങ്കിൽ നമുക്ക് 5m 2m 5n എന്നുള്ള ഫോമുല അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? നോൺ-ടെർമിനേറ്റിംഗ് ഡെസിമൽ വരിക അല്ലെ? നോൺ-ടെർമിനേറ്റിംഗ് ഡെസിമൽ വരിക. അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം. നോൺ-ടെർമിനേറ്റിംഗ് അപ്പം ഇതില് ഏതാണ് വരിക നോക്കൂ? 2/7 കണ്ടോ? 2m 5n എന്നുള്ള ഫോമുല അല്ല. 2ഉം 7ഉം കോപ്രൈം ആണ്. 7 എന്നുള്ളത് ഈ ഫോമിൽ അല്ല എങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫോം ആയാൽ മതി. 2m ആയാൽ മതി, അല്ലെങ്കിൽ 5n ആയാൽ മതി, അല്ലെങ്കിൽ 2m into 5n ഉണ്ടായാൽ മതി. പക്ഷെ ഇത് അതൊന്നുമല്ല, 7 എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of a plus root of a square minus b square by a minus root of a square minus b square plus a minus root of a square minus b square by a plus root of a square minus b square. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി നോക്കൂ. അതായത് ഇതിനെ നമുക്ക് ഇതിന്റെ LCM എടുക്കുകയാണ് വെച്ചെങ്കിൽ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയല്ലേ കിട്ടുക? നോക്കൂ. അപ്പോൾ a പ്ലസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ, പ്ലസ് a മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ ബൈ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം അല്ലേ. അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതിയൂടെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് ഓഫ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ a സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, ബി സ്ക്വയർ എന്ന് മാത്രം വരും അല്ലേ. ഇനി മുകളിൽ എന്താവും നോക്കൂ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയറും a മൈനസ് ബി ഹോൾ സ്ക്വയറും ആവുമ്പോൾ 2ab എന്നുള്ളത് ഫോം പോവും അല്ലെ. ഇത് പ്ലസ് 2ab വരും, ഇത് മൈനസ് 2ab വരും, ക്യാൻസൽ ആയി പോവും. അപ്പൊ നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടാവും? a സ്ക്വയർ പ്ലസ്
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താണ് വരിക? 4a സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് കേട്ടോ, മൈനസ് ബി സ്ക്വയർ, കാരണം ഇവിടെ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? 4a സ്ക്വയർ മൈനസ് 2b സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് 2 ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2 ഇൻറ്റു 2a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ ഫ്രം ദ നമ്പേഴ്സ് ബിലോ. ഇതിൽ നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 10 മൈനസ് 3√11 എന്ന് പറയുമ്പോൾ 0.05 എന്നുള്ളതാണ് വരിക. അത് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. 3√11 മൈനസ് 10 എന്നുള്ളത് മൈനസ് 0.05 വരും. ഇവിടെ ഇതെന്താ വരിക? 0.01 വരും. ഇവിടെ 0.02 വരും. അപ്പൊ ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. എന്നിട്ട് അതിന്ന് ഏറ്റവും സ്മോളസ്റ്റ്, ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുത് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയായിരുന്നു, പക്ഷെ സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരിക? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ 0.211211121 എക്സിട്ര ഈസ് എ. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി നോക്കൂ. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് 0.23 ബാർ പ്ലസ് 0.23 ബാർ ആസ് എ സിംഗിൾ ഡെസിമൽ വി ഗെറ്റ്. ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? എക്സ് ഈക്വൽ ടു 0.23 എക്സിട്ര ആണ്. അപ്പൊ 10xനെ 100xനെ എങ്ങനെ എഴുതാം? 23.2323 എക്സിട്ര എന്ന് എഴുതാം. അപ്പൊ 100x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 99x ഈക്വൽ ടു 23 എന്ന് എഴുതാം അല്ലേ? അപ്പൊ എക്സ് എന്താ വരിക? 23 ഡിവൈഡഡ് ബൈ 99 എന്ന് വന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ റാഷണൽ നമ്പർ. ഇനി ഇത് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 0.2333 എക്സിട്ര. അപ്പൊ നമുക്ക് 10x എന്ത് എഴുതാം? 2.333 എക്സിട്ര. അപ്പൊ നമുക്ക് 100x എങ്ങനെ എഴുതാം? 23.333 എക്സിട്ര. അപ്പൊ നമുക്ക് ഇത് 100x 10x മൈനസ് ചെയ്ത് എത്രയാണ്? 90x ഈക്വൽ ടു 23 മൈനസ് 2 21. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? 21/90. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ 23/99 പ്ലസ് 21/90. അതായത് ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത് എന്ത് വരും? 990 വരും അല്ലേ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട്. അപ്പൊ 230 വരും. ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 11 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നോക്കൂ. അതായത് ഇവിടെ എന്ത് വരണം?
990 വരണം. 990 ഡിവൈഡഡ് ബൈ 90 എന്ന് വരുമ്പോൾ 11 ആണ് വരിക. അപ്പോൾ 21 ഇൻറ്റു 11 എത്ര വരും നോക്കൂ. 231 ബൈ 990. അപ്പോൾ എന്ത് വരും? 461 ബൈ 990. 461 ബൈ 990 എത്രയാന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഞാൻ ആൻസർ മാത്രം എഴുതി വയ്ക്കാം, കാരണം അത് ചെയ്യാൻ എനിക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ 0.465656 അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുക? നോക്കൂ, ഇതിൽ 466565 അങ്ങനെയാണ് പോണത് അല്ലേ? അപ്പോൾ 4 കഴിഞ്ഞിട്ട് 65-നാണ് ബാർ വേണ്ടത്. അപ്പോൾ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is incorrect? The rational form of 17.6 bar is 53/3. ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടി വരും. 0.42344423 ഈസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റൂ. ഇത് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിംഗും ആണ് അല്ലേ? അപ്പൊ ഇത് റാഷണൽ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ആണ് വെച്ചെങ്കിൽ ഏത് നമ്പറാണ്? ഇറാഷണൽ നമ്പറാണ്. അപ്പൊ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ബി ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം അല്ലേ? അപ്പൊ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കിയില്ലെങ്കിലും വേണ്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following rational numbers has non-terminating decimal expansion? Non-terminating ആവണച്ചെങ്കിൽ എന്ത് വേണം? 2m 5n എന്നുള്ള ഫോം അല്ലാതെ വരണം. എങ്ങനെയുള്ളത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോപ്രൈം ആവുമ്പോൾ ഡിനോമിനേറ്റർ 2m 5n എന്നുള്ള ഫോമിൽ അല്ലാതെ വരിക. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കി നോക്കൂ. (25/36) എന്ന് പറയുമ്പോൾ ഇത് കോപ്രൈം ആണ് അല്ലേ? അപ്പൊ നമുക്ക് 36-നെ 6 × 6 എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 2 × 3 × 2 × 3, അതായത് 2² × 3². അപ്പോൾ ഇവിടെ 2m 5n എന്നുള്ള ഫോമിലല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് പറയാം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. ബാക്കിയെല്ലാം ചെയ്തു നോക്കിയോളൂ. അപ്പൊ നമുക്ക് 2m 5n എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ഇതില് എല്ലാത്തിലും 2m 5n എന്നുള്ള ഫോമില് പ്രൈം ആവുമ്പോൾ, കോപ്രൈം ആവുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോപ്രൈം അല്ല എങ്കിൽ കോപ്രൈം ആക്കണം. എങ്ങനെ? ഡിവൈഡ് ചെയ്ത് പോവണത് ഉണ്ടെച്ചെങ്കിൽ അത് വെട്ടിക്കളയണം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 2m 5n എന്നുള്ള ഫോമിലാവും. അപ്പോൾ നമുക്ക് ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. അല്ലാത്ത കേസിലാണ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാല്യൂ വിൽ ബി ഒബ്റ്റെയിൻഡ് ഓൺ സിംപ്ലിഫൈയിങ് ദിസ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? അതായത് ഇതിനെ എങ്ങനെ ചെയ്യാം? √6 - √5 ബൈ √6 - √5 എന്ന് എഴുതാം. അതായത് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു താഴെ മുകളിലും. അപ്പൊ നമുക്ക് എന്ത് വരും? a + b × a - b ഫോം ആയി. അപ്പൊ നമുക്ക് എന്ത് വരും? 6 - 5 എന്ന് വരും. അപ്പൊ 1 എന്ന് വരും. അപ്പൊ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ √6 - √5 എന്നുള്ളത്. ഇനി ഇവിടെ വരുമ്പോഴും അതേപോലെ ചെയ്താൽ നമുക്ക് എന്ത് വരും?
√9 മൈനസ് √8 എന്ന് വരും. ഇനി അടുത്തത് എന്ത് വരും? √7 മൈനസ് √6 എന്ന് വരും. അടുത്തത് എന്ത് വരും? √8 മൈനസ് √7 എന്ന് വരും. പിന്നെ ഒരു √5 ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ആൻസറിലേക്ക് എത്തിക്കാം. എങ്ങനെയാണ്? √8 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി, √7 ക്യാൻസൽ ചെയ്ത് പോയി, പിന്നെ എന്താണ്? √5 ക്യാൻസൽ ചെയ്ത് പോയി, √6ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നത് എന്താണ്? √9 മാത്രമാണ്. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The decimal representation of 3 by 2 raised to 15 into 5 raised to 10 will terminate after how many places of decimals? 2 raised to 15 ആണ് വെച്ചെങ്കിൽ 5നെയും 5 raised to 15 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 raised to 5 കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. 5 raised to 5 കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 raised to 15 into 5 raised to 15 എന്നായി. അപ്പൊ നമുക്ക് 2 into 5 10, 10 raised to 15. അപ്പൊ എത്ര പ്ലേസസ് കഴിഞ്ഞിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുക ചോദിച്ചാൽ എന്താണ് ആൻസർ? 15 പ്ലേസസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Four positive integers sum to 125. If the first of these numbers is increased by 4, the second is decreased by 4, the third is multiplied by 4, and the fourth is divided by 4. We find 4 equal numbers, then 4 original integers are. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ എന്തെടുത്തു? എ ബി സി ഡി ആണ് 4 നമ്പേഴ്സ് എന്ന് എടുത്തു. എ ബി സി ഡി. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ? ഇൻക്രീസ്ഡ് ബൈ 4. ഫസ്റ്റ് നമ്പറിന് ഇൻക്രീസ്ഡ് ബൈ 4. ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4, പിന്നെ ഈക്വൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഫൈൻഡ് 4 ഈക്വൽ നമ്പേഴ്സ്. അപ്പൊ എ പ്ലസ് 4 ഈക്വൽ ടു, പിന്നെ പിന്നത്തേന് -4, ബി -4 ഈക്വൽ ടു, പിന്നെ മൾട്ടിപ്ലൈഡ് ബൈ 4. അപ്പൊ എന്ത് വരും? 4c എന്ന് വരും, ഈക്വൽ ടു ഡി ബൈ 4. അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു കെ ആണെന്ന് എടുക്കാം, ഈക്വൽ ടു കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയണത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 125 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 125 ഈക്വൽ ടു എ പ്ലസ് 4 എന്നുള്ളതിന് പകരം ഞാൻ എന്ത് എഴുതി? ഇവിടുന്ന് നമുക്ക് എ എന്താണെന്ന് എഴുതാം. അതായത് ഇതെല്ലാം കെയോട് ഇക്വേറ്റ് ചെയ്ത എ പ്ലസ് 4 ഈക്വൽ ടു കെ ആവുമ്പോ എ ഈക്വൽ ടു എന്ത് എഴുതാം? കെ -4 എന്ന് എഴുതാം. ഇനി ബി -4നെ കെയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബി ഈക്വൽ ടു എന്ത് എഴുതാം? കെ പ്ലസ് 4 എന്ന് എഴുതാം. സി ഈക്വൽ ടു എന്ത് എഴുതാം? കെ ബൈ 4 എന്ന് എഴുതാം. ഡി ഈക്വൽ ടു എന്ത് എഴുതാം? 4k എന്ന് എഴുതാം. അപ്പൊ ഇനി ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എ പ്ലസ് ബി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താവും? k -4 plus k plus 4 plus k by 4 plus 4k equal to 125. -4ഉം +4ഉം ക്യാൻസൽ ചെയ്ത് പോവും. ഇനി k ഉള്ളത് എന്തൊക്കെയാണ്? അതായത് kനെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ k ഇൻറ്റു 1 + 1 + 1/4 + 4. അപ്പൊ ഇത് എന്ത് വരും? 2 6 6 + 1/4 25/4 ഈക്വൽ ടു 125. അത് നമുക്ക് തന്നിട്ടുണ്ട് 125 ആണെന്ന്.
അപ്പോൾ k ഇൻറ്റു 25/4 ഈക്വൽ ടു 125. അപ്പോൾ k ഈക്വൽ ടു എന്ത് വരും? 125. സോറി, k ഈക്വൽ ടു 125 ഇൻറ്റു 4/25. 5 5s are 25. ഇവിടെ 5. 5 4s are 20. അപ്പൊ k 20 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഒറിജിനൽ നമ്പേഴ്സ് എങ്ങനെ എഴുതുക? ഏത് പറയണത് എന്താണ്? 20 - 4 ആണ്, അത് 16. ഇനി 20 + 4 ആണ് 24. 20 ഡിവൈഡഡ് ബൈ 4 5. 20 ഇൻറ്റു 4 80. അപ്പൊ ഏതൊക്കെയാണ്? 16, 24, 5, 80. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A real number 2 square into 3 square into 7 cube divided by 2 square into 5 cube into 3 raised to 5 into 7 raised to 4 will have. ആൻസർ എന്താണ് പറയുക? ഇതിൽ നോൺ ടെർമിനേറ്റിംഗ് ആവും അല്ലെ? 2 raised to m 5 raised to n എന്നുള്ള ഫോമിൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗും ആണ്, റിപ്പീറ്റിംഗും ആവണം. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ബോത്ത് ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ a plus 1 by b whole raised to m into a minus 1 by b whole raised to n by b plus 1 by a whole raised to m into b minus 1 by a whole raised to n. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് എ ബി പ്ലസ് 1 by b എന്ന് എഴുതിക്കൂടെ? ഇനി മറ്റേതിനെ നമുക്ക് എന്താ എഴുതാം? എ ബി മൈനസ് 1 by b എന്ന് എഴുതിക്കൂടെ? ഇത് ഹോൾ റേസ് ടു എമ്മും ഇത് ഹോൾ റേസ് ടു എന്നും ആണ് അല്ലേ? ഇനി താഴെയുള്ളത് നോക്കി നോക്കൂ. എ ബി പ്ലസ് 1 by a ഹോൾ റേസ് ടു എം, എ ബി മൈനസ് 1 by a ഹോൾ റേസ് ടു എം എൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഡിനോമിനേറ്ററുകളിൽ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും? ഇത് ഇൻറ്റു ആണ്. അപ്പൊ നമുക്ക് ഇതിനെയും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എ ബി പ്ലസ് 1 by b by എ ബി പ്ലസ് 1 by a ഹോൾ റേസ് ടു എം എന്ന് വരും. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്ത് വരും? എ ബൈ ബി ഹോൾ റേസ് ടു എം എന്ന് വരും. ഇനി ഇവിടെ എന്ത് വരും? എ ബി പ്ലസ് 1 by b by, ഇത് പ്ലസ് അല്ല മൈനസ് ആണ്, മൈനസ് 1 by b എ ബി മൈനസ് 1 by a. അപ്പൊ എന്ത് വരും? എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് വരും അല്ലേ? അപ്പൊ എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്നും വരും. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ എ ബൈ ബി ഹോൾ റേസ് ടു എം പ്ലസ് എൻ. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ്? If x is a rational number in its lowest form such that the prime factorization of denominator is not in the form 2 raised to n 5 raised to m where m and n are non-negative integers, then it has a decimal expansion which is non-terminating and repeating.
5 plus root 2 is an irrational number. Every composite number can be expressed as a product of primes. None of these. ഏതാണ് ആൻസർ? നൺ ഓഫ് ദീസ് ആണ് അല്ലേ? ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The lowest common multiple of two numbers is 14 times their highest common factor. The sum of LCM and HCF is 600. If one number is 80, then other number is. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? HCF എക്സ് ആണെന്ന് നമ്മൾ വിചാരിച്ചു. HCF എക്സ് ആണ് എന്ന് നമ്മൾ വിചാരിച്ചു. LCM അപ്പം എന്തായിരിക്കും? LCM എന്ന് പറയുന്നത് 14 ടൈംസ് ദെയർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ 14x ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ തന്നിരിക്കണേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരും? 600 വരും. അതായത് എക്സ് പ്ലസ് 14x എന്ന് പറയുന്നത് 600 ആണ്. അതായത് 15x എന്ന് പറയുന്നത് 600. അപ്പോൾ എക്സ് എന്ത് വരും? 600 ഡിവൈഡഡ് ബൈ 15. 15 4 60. അപ്പോൾ 40 എന്ന് വരും. എക്സ് 40. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? HCF 40 എന്ന് കിട്ടി. LCM എന്ത് കിട്ടി? 14 × 40 എന്ന് കിട്ടി. ഇനി ഒരു സംഖ്യ അവർ പറഞ്ഞിട്ടുണ്ട് 80 ആണെന്ന്. അപ്പൊ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, അതായത് 80 × മറ്റൊരു സംഖ്യ y ഈക്വൽ ടു HCF ഓഫ് ദാറ്റ് നമ്പർ ഇൻറ്റു LCM ഓഫ് ദാറ്റ് നമ്പർ അല്ലേ? അപ്പൊ 40 × 14 × 40. അപ്പൊ y എന്ത് വരും? 40 × 14 × 40 ഡിവൈഡഡ് ബൈ 80. അപ്പൊ ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 7 പ്രാവശ്യം, 7 4 28 280 എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ സി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിചാരിക്കുന്നത്. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമന്റുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള എനിക്കുള്ള ഊർജം. അപ്പോൾ അത് നിങ്ങൾ പാഴാക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.